ഹലോ, നമ്മളിന്ന് പോകുന്നത് മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വ്ളോഗിൽ നമ്മൾ സുൽത്താൻ ബത്തേരി വരെയുള്ള കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകിട്ട് 11 മണിയോടെ നമ്മൾ മൈസൂർ സ്റ്റാൻഡിൽ എത്തിയതാണ്. പക്ഷേ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കയറി പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ നടന്നില്ല, എല്ലാം ഫുള്ളായിരുന്നു. പിന്നീട് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കയറിയത്. നമ്മുടെ കോഴിക്കോട് മൈസൂർ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് ഇത്. മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ട്, സുൽത്താൻ ബത്തേരി, താമരശ്ശേരി വഴിയാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട്ടേക്കുള്ള നമ്മുടെ ഈ ഒരു പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് പോകുന്നത്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ നോൺ സ്റ്റോപ്പ് ബസ്സസും ബാംഗ്ലൂർ മൈസൂർ ബസ്സസൊക്കെ നിർത്തിയിരുന്നത്. ആ കിടക്കുന്നത് കർണാടക സാരികയാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ ഓടുന്ന വണ്ടികൾ തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ കൃത്യം 4 മണിക്ക് മൈസൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. 1956 നമ്മുടെ മൈസൂർ ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടത്. പിന്നീട് 1973 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കർണാടക എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട് കേട്ടോ മൈസൂരിൻ്റെ. ഇപ്പോഴും കാളവണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈസൂരിൽ ചെന്നാൽ കാണാൻ പറ്റും കേട്ടോ. മൈസൂരിൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട്. അങ്ങനെ യാത്രക്കിടയിൽ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മളിതാ സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലോട്ട് എത്തിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിലോട്ടെത്തി രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാംഗ്ലൂർ കോഴിക്കോട് സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണ് കേട്ടോ, സ്വിഫ്റ്റിൻ്റെ. അത്യാവശ്യം അടിപൊളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മുടെ സുൽത്താൻ ബത്തേരി ഡിപ്പോ എന്ന് പറയുന്നത്. നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ ഈ ഒരു കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്. അങ്ങനെ കൃത്യം 7:30 തന്നെ നമ്മുടെ ബസ് അവിടുന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ സുൽത്താൻ ബത്തേരിയുടെ വയനാടിൻ്റെയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് നമ്മളിത് കോഴിക്കോട്ടേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ചെറിയൊരു വ്ളോഗായിരുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട് ആൻഡ് ബൈ ബൈ.